പരിപാടികൾ സംസ്ഥാനത്തൊട്ടാകെ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് തൃശ്ശൂർ ജില്ലാതല യോഗം ഇവിടെ നടക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷണിതാക്കളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംവദിക്കുന്നതാണ്. ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ കർത്തവ്യത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാഡം അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൊഫസർ വി കെ രാമചന്ദ്രൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA-മാരായ ശ്രീ AC മൊയ്തീൻ അവർകൾ, ശ്രീ മുരളി പെരുന്നെല്ലി അവർകൾ, ശ്രീ P ബാലചന്ദ്രൻ അവർകൾ, ശ്രീ KK രാമചന്ദ്രൻ അവർകൾ, ശ്രീ ET ടൈസൺ മാസ്റ്റർ അവർകൾ, ശ്രീ NK അക്ബർ അവർകൾ, ശ്രീ VR സുനിൽകുമാർ അവർകൾ, ശ്രീ സേവ്യർ ചിറ്റിൽപ്പള്ളി അവർകൾ, ശ്രീ CC മൂന്തൻ അവർകൾ, ശ്രീ UR പ്രദീപ് അവർകൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ആലത്തൂർ MP ശ്രീ K രാധാകൃഷ്ണൻ അവർകളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തൃശ്ശൂർ മേയർ ശ്രീ MK വർഗീസ് അവർകൾ, തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ K വാസുകി IAS അവർകൾ, മറ്റ് ജനപ്രതിനിധികൾ, പ്രത്യേകമായി ക്ഷണിതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിനോട് അനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ നവകേരളത്തിൻ്റെ പുതുവഴികളിലൂടെ പോകുന്ന ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള ക്രോസ് സെക്ഷനുമായി ആശയവിനിമയം നടത്തുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ജില്ലാ തലത്തിലുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുകയും നമ്മളോട് സംസാരിക്കുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും ആ നിർദ്ദേശങ്ങളെ ക്രോഡീകരിക്കുകയും ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലുള്ള മന്ത്രിസഭയിലെ സഹപ്രവർത്തകയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ മന്ത്രിയും നമ്മുടെ ജില്ലയിലെ അഭിമാനവുമായിട്ടുള്ള പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട മേയർ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സദസ്സിലെത്തിച്ചേർന്ന സ്നേഹനിർഭരരായിട്ടുള്ള സഹോദരന്മാരെ, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം 10ാം വർഷത്തിലേക്ക് കിടക്കുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരേ മുഖ്യമന്ത്രി തന്നെ 2 തവണകളിലായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 10 വർഷം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന ഒരു ഗവൺമെൻറ് 9 വർഷം പൂർത്തീകരിക്കപ്പെട്ട ഈ ഘട്ടത്തിൽ 2ാം ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലെയും വിവിധ മേഖലകളിലെ മനുഷ്യരുമായി ആശയ സംവാദം നടത്താൻ അഥവാ ആശയവിനിമയം നടത്താനുള്ള ഒരു വേദിയാണ്. ഈ ഗവൺമെൻറ് 9ാം വർഷം പൂർത്തീകരിച്ചു 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളം അസാധ്യമാണെന്ന് കരുതിയ എത്രയോ പ്രവർത്തനങ്ങൾ, കേരളം അസാധ്യമാണെന്ന് കരുതി സമൂഹത്തിൻ്റെ എല്ലാ നിലവാരത്തിലുമുള്ള മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന എത്രയോ ലക്ഷ്യങ്ങളിലേക്ക് 9 വർഷക്കാലത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കേരളം കടന്നു വന്നതിൻ്റെ അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തലോടുകൂടിയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളത്തെ ലോകത്തിന് സമ്മാനിക്കുന്നത് മുതൽ ദേശീയപാത 2025 തന്നെ അതിവേഗതയിൽ പൂർത്തീകരിക്കുന്നതടക്കം വിഴിഞ്ഞത്തെ തുറമുഖവും എറണാകുളത്തെ ജലപാതയും ഉൾപ്പെടെ മനുഷ്യതലത്തിലുള്ള വികസനത്തിൻ്റെ നാൾവഴികളിലൂടെ കടന്നുപോയ അഭിമാനകരമായ ചരിത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ
ഈ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രം അവകാശപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഞാനതിലേക്കൊന്നും ആമുഖ പ്രസംഗത്തിലൂടെ കടന്നു പോകുന്നില്ല. മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കും. അതിലേറ്റവും പ്രധാനം ജനങ്ങളെ കേൾക്കാനുള്ളൊരു മനസ്സുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നുള്ളതാണ്. ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സു മാത്രമല്ല, ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലോ ലോക ചരിത്രത്തിലോ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ജനാധിപത്യ ഗവൺമെന്റ് പ്രകടന പത്രികയെ സാക്ഷി നിർത്തി എല്ലാ വർഷവും അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ദിവസത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ ഗവൺമെന്റ് പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ എത്ര ശതമാനം നടപ്പിലാക്കി എന്ന് ഞങ്ങൾ സ്വയം വിമർശനപരമായി വിലയിരുത്തി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിചാരണ ചെയ്ത് ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിൻ്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച നേട്ടം നേടിയ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അനുഭവമുണ്ട്. കേരളത്തിൻ്റെ വികസനം സർവ്വതല സ്പർശിയായ വികസനമാണ്. വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടെ കേരളത്തെ നോക്കിക്കാണുന്ന നിരവധികളായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കേരളം കടന്നു. 1957 ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കേരളത്തിൽ ആദ്യത്തെ EMS ഗവൺമെന്റ് കാർഷിക ബന്ധ നിയമത്തിലൂടെ കേരളത്തിൽ അക്ഷരവും ആരോഗ്യവും എല്ലാവർക്കും പ്രാപ്യമാകുന്ന അനുഭവത്തിലൂടെയാണ് കേരള മോഡൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതെങ്കിൽ ആധുനിക കാലത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും 20 വർഷക്കാലം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ കേരളം എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത സമാനതകളില്ലാത്ത അനുഭവങ്ങളുടെ ഒരു ധാര ഈ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത് കേവലം വികസനം എന്ന വാക്കുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് വിഴിഞ്ഞത്തെപ്പോലെ, ദേശീയപാതയെപ്പോലെ, ജലപാതയെപ്പോലെ, വ്യവസായ നിക്ഷേപത്തിലെ സൗഹൃദമായതുപോലെയുള്ള അനുഭവങ്ങൾ മാത്രമല്ല. എത്രയോ പിറന്നാൾ ആഘോഷിച്ച ഈ കേരളം 2025 നവംബർ 1 സൂര്യോദയത്തിൽ അതിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകതകളോടുകൂടി ആ പിറന്നാൾ ആഘോഷിക്കുന്നു. ആ പിറന്നാൾ ആഘോഷം മറ്റൊന്നുമല്ല, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണകൂടം നവംബർ 1 അതിൻ്റെ പിറവി ദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തിനോട് പ്രഖ്യാപിക്കുകയാണ്, അന്ന് ഈ ലോകത്തിൻ്റെ തലയ്ക്കു മീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രരായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ്. സാക്ഷരതയിലൂടെ, ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ, ഭൂപരിഷ്കരണത്തിലൂടെ, ആരോഗ്യത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ സൃഷ്ടിച്ച കേരള മോഡൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറാനുള്ള നടപടിക്രമങ്ങളിലൂടെ ഇവിടെ സൃഷ്ടിക്കുകയാണ്. ഒരുപാട് നന്ദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നമുക്കെല്ലാവർക്കും രേഖപ്പെടുത്താനുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും വീതിച്ചു കൊടുത്തത് അത്രയും ഈ ജില്ലയ്ക്ക് കൂടി നൽകിയതിന്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഉണ്ടായ അതിവേഗ വിപ്ലവം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലും സാധ്യമാക്കിയതിന്, ടൂറിസ്റ്റ് രംഗത്ത് അസാമാന്യമായ സാധ്യതകൾ, മെഡിക്കൽ കോളേജിന്റെ ശക്തമായ വികസനം, ദേശീയപാതയുടെ മുന്നോട്ട് പോക്ക്, കേരളത്തിലെ തന്നെ 3ാമത്തെ സ്പോർട്സ് സോൺ ഈ തൃശ്ശൂരിലെ കുന്നംകുളത്തിന് നൽകിയത്, ഇങ്ങനെ തുടങ്ങിയാൽ വികസന പ്രവർത്തനങ്ങളിൽ കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ പരിച്ഛേദത്തെ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിനും ലഭ്യമാക്കാൻ 9 വർഷക്കാലത്തെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും കേരളം പൂർത്തീകരിക്കുമ്പോൾ നാം മുന്നേ നടന്ന് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം നിങ്ങളോട് സംസാരിക്കും, തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പരിമിതമായ സമയത്തിനകത്ത് സാധ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ കേൾക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മറുപടി പറയും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എത്രയേറെ തവണയാണ് കേരളത്തിലെ താലൂക്ക് തലങ്ങളിൽ സംഘടിപ്പിച്ച മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്തുകൾ, ഗവൺമെന്റ് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 മന്ത്രിമാരും നേരിട്ട് പോയി ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങളും നേട്ടങ്ങളും എണ്ണി പറഞ്ഞ നവകേരള സദസ്സ്, എല്ലാ വർഷങ്ങളിലും പുറത്തിറക്കിയ പ്രോഗ്രസ് കാർഡുകൾ, ജനങ്ങളുടെ മുമ്പിൽ വിലയിരുത്തിയും അവരുടെ അഭിപ്രായം കേട്ടും ആ അഭിപ്രായങ്ങളിൽ ഞങ്ങൾ സ്വാംശീകരിക്കേണ്ട നടപടികൾ ക്യാബിനറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയാൽ അതുപോലെ സ്വാംശീകരിക്കുകയും ചെയ്തുകൊണ്ട് നവനവങ്ങളായിട്ടുള്ള ഈ പരിഷ്കാരങ്ങൾ കേരളത്തിന്റെ മുന്നിൽ സമർപ്പിക്കാനായ അതേ അനുഭവം തന്നെ ഇവിടെയും ആവർത്തിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. 9 കൊല്ലത്തിനിടയിൽ കേരളം കണ്ടത് ദുരന്തങ്ങളുടെ തീമഴയാണ്. പല നിലവാരത്തിൽ, പല തലത്തിൽ. ഓക്കിയാകട്ടെ, നിപ്പയാകട്ടെ, 2 ഭീകരമായ പ്രളയങ്ങളാകട്ടെ, കോവിഡ് ആകട്ടെ, കൊക്കയാറിലും കുട്ടിക്കലും ഉണ്ടായ അതിഭീകര ദുരന്തമാകട്ടെ,
അവസാനം 1 ചതുരശ്ര കിലോമീറ്ററിനിടയിൽ 298 പേരുടെ മരണത്തിനിരയാക്കിയ ചൂരൽമലയിലെ ദുരന്തമാകട്ടെ, അഭിമാനത്തോടെ കേരളത്തിന് പറയാൻ പറ്റും. രാഷ്ട്രീയമായ എത്ര അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയിലും നിന്ന് അഭിമാനത്തോടെ കേരളത്തിന് പറയാൻ പറ്റും. ഈ 9 വർഷക്കാലം ദുരന്തങ്ങളുടെ പെരുമഴ രോഗത്തിന്റെ രൂപത്തിൽ, പ്രകൃതി ദുരന്തത്തിന്റെ രൂപത്തിൽ കേരളത്തിന്റെ തലയ്ക്കുമീതെ നിരന്തരമായി നിന്ന് പെയ്തപ്പോൾ ഒരു ദുരന്തത്തിനും കേരളത്തിലുള്ള 3.5 കോടി മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ കേരളത്തിനൊരു ഭരണ നേതൃത്വം ഉണ്ടായിരുന്നു. ആ ഭരണ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ നേതൃത്വം. അദ്ദേഹം നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിലെ എല്ലാ വിധത്തിലുമുള്ള മനുഷ്യരുടെ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമാണ്. ജില്ലാ ഭരണകൂടത്തിനും ജില്ലയിലെ മന്ത്രിമാർക്കും ഇതിൻ്റെ സംഘാടക സമിതിക്കും വേണ്ടി അങ്ങനെ വന്നെത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ഈ ചടങ്ങിൽ സംസാരിക്കാൻ ഈ 9 വർഷക്കാലം ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിൻ്റെ അഭിമാനമായ രക്ഷകർത്താമായി നാം ഏറ്റുവാങ്ങിയ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജില്ലാതല യോഗത്തിൽ സംസാരിക്കുന്നതിനായി കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരീ സഹോദരന്മാരെ, ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 2021 മെയ് മാസത്തിലാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ 4ാം വർഷം പൂർത്തിയാകുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് എന്നത്. ഒരു തുടർഭരണം ജനങ്ങൾ LDFന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായാണ് 2021 സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ വന്നാൽ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 9 വർഷം കഴിഞ്ഞ് LDF ഗവൺമെൻറ് 10ാം വർഷത്തേക്ക് കടക്കുന്നു. ഈ 9 വർഷക്കാലം നാം നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു ആമുഖ ഭാഷണത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ പറയുകയും വേണമല്ലോ. കാരണം ഇവിടെ പ്രധാനം നാം ലക്ഷ്യമിടുന്ന നവകേരളം സ്ഥാപിക്കുന്നതിന് സർക്കാർ എന്തൊക്കെ ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ, അതിലെന്തെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ, ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. നമ്മുടെ സംസ്ഥാനത്ത് ഇത് 11ാമത്തെ ജില്ലയാണ്. ഇനി 3 ജില്ല മാത്രമാണ് ബാക്കിയുള്ളത്. 10 ജില്ലകളും നല്ല രീതിയിലുള്ള പങ്കാളിത്തവും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം നടക്കുകയുണ്ടായി. പക്ഷേ
10 നിന്നും ഒരു കാര്യത്തിൽ തൃശ്ശൂർ കുറേ കൂടി വേറിട്ട് നിൽക്കുന്നുവെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഒരുപാട് പ്രധാനികളുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്നവരും അഭിപ്രായം ഉള്ളവരുമായ വിവിധ തുറകളിലെ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നിങ്ങൾക്കാകെ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും. അതിന് സമയം വേണം എന്നതുകൊണ്ട് ആമുഖഭാഷണം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതിലേറ്റവും പ്രധാനം കേരളത്തിൽ 2 തരം ചിന്താഗതിയുണ്ട്. ഒന്ന്, നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരാണ്. അവരാണ് മഹാഭൂരിഭാഗം. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ ചെറിയൊരു ഭാഗമൊഴികെ ബാക്കിയാകെ മറ്റ് ഭേദചിന്തയൊന്നുമില്ലാതെ തന്നെ നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ച് സർക്കാർ നീങ്ങുന്നുണ്ടോ എന്നതാണ് സ്വാഭാവികമായും പരിശോധിക്കപ്പെടുക. എന്നാൽ അതേസമയം ഒരു ചെറിയ ഭാഗമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു ഭാഗം നിലനിൽക്കുന്നുണ്ട്. അത് വികസനം ഇപ്പോൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. ചുരുക്കത്തിൽ വികസന വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടാത്ത കാര്യമാണ്. കാരണം നാടിൻ്റെ വികസനം, ജനങ്ങളുടെ പുരോഗതി, അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നവരാണ് എല്ലാവരും, ഈ പറയുന്ന ഗണത്തിൽപ്പെട്ടവരും. പക്ഷേ പ്രത്യേക വികസന പദ്ധതികൾ വരുമ്പോൾ ഇപ്പോഴത് വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ വേണ്ട എന്ന നിലപാട് നാട് അംഗീകരിക്കുന്ന അവസ്ഥ വന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ ഈ 9 വർഷക്കാലം ഉണ്ടായ മാറ്റം പലതും കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ വന്നുപോയിരുന്നെങ്കിൽ സംഭവിക്കുക എന്താണ്? 2016 കേരളത്തിൻ്റെ എല്ലാ മേഖലകളും കനത്ത തിരിച്ചടിയേറ്റ് നിൽക്കുകയായിരുന്നു. കാലാനുസൃതമായ വികസനമില്ല, പുരോഗതിയില്ല. നാട്ടുകാരാകെ, ജനങ്ങളാകെ വല്ലാത്ത നിരാശയിൽ. മാത്രമല്ല, ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അത് ഏറെക്കുറെ പരസ്യമായി പറയുന്ന നില, ആകെ നിരാശ. അവിടുന്നാണ് 2016 LDF ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ
ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിൽ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ആ കാര്യം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു. LDF വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായി. ആ പ്രതീക്ഷയുടെ ഭാഗമായി ഒരു നാടൻ ചൊല്ലുപോലുള്ള ഒരു ചൊല്ല് ജനങ്ങൾ ആ കാലത്ത് സ്വയം ഏറ്റുപറയുന്ന നിലയുണ്ടായി. അത് ഈ പ്രകടന പത്രികയെല്ലാം അവതരിപ്പിച്ച് LDFൻ്റെ പ്രചരണങ്ങൾ ആരംഭിച്ചപ്പോൾ ജനങ്ങൾ ഏറ്റുപറഞ്ഞ ചൊല്ല് LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു. ആ പ്രതീക്ഷ, ജനങ്ങളർപ്പിച്ച വിശ്വാസം, അത് കാത്തു സൂക്ഷിക്കാനായോ എന്നതാണ് സ്വാഭാവികമായും പരിശോധിക്കപ്പെടുക. ആ പരിശോധനയുടെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങനെ വന്നാൽ ആദ്യം പറഞ്ഞ ഭാഗം പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ നമ്മൾ എല്ലാ മേഖലയിലും നല്ല നിലക്കുള്ള പുരോഗതി നേടിയിരിക്കുന്നു. ഈ പുരോഗതി നേടുന്നതിന് സാധാരണഗതിയിൽ ഒരു നാട്ടിന് ആവശ്യമായ സഹകരണം, പിന്തുണ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ അനുഭവത്തിൽ ആ കാര്യത്തിൽ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് ഉണ്ടായത്. നമുക്ക് ആപൽഘട്ടങ്ങളിൽ പോലും ആവശ്യമായ തോതിലുള്ള സഹകരണം കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിച്ചില്ല. രാജ്യത്തിൻ്റെ വികസനമെന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിൻ്റെയും വികസനം ഉറപ്പാക്കിക്കൊണ്ടേ വരുത്താൻ കഴിയും. അപ്പോൾ കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം പൂർണ്ണമായും സഹകരിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ നമ്മുടെ അനുഭവം നേർവിപരീതമായിരുന്നു. നമ്മൾ 2016 ശേഷം നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, നമ്മുടെ നാടിന് തന്നെ മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് ഒന്നിനു പുറകെ ഒന്നായി നേരിടേണ്ടി വന്നത്. നിപ്പയും ഓഖിയും 2018 മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്ന് ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ഇത്രയെല്ലാം ഒന്നിച്ച് നേടേണ്ടി വന്നാൽ നമ്മുടേതുപോലൊരു നാടിന് തകരുന്നതിന് മറ്റൊന്നും വേണ്ടതില്ല. 2020 പ്രളയം എന്നത് നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ്. നമ്മുടെ നാടിനെ തകർത്തെറിയുകയായിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ സഹായം സ്വാഭാവികമായും അർഹിക്കുന്നു. നമ്മുടെ ഭരണഘടന തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു സഹായവും നമുക്ക് ലഭിച്ചില്ല. നമ്മെ സഹായിക്കാൻ തയ്യാറായി
ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ധാരാളമാണ് നമുക്ക്. നമ്മുടെ സംസ്ഥാനം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ പണം വേണമല്ലോ, പണത്തിന് പ്രയാസം. അപ്പോൾ സർക്കാർ പൊതുവെ ജീവനക്കാരോട് ഒരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥനയിൽ പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം, തിരിച്ചു തരും. ജീവനക്കാർ നല്ല നിലക്ക് സ്വാഗതം ചെയ്തു. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് കൂടെ നിൽക്കേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിനെ എതിർക്കാൻ തയ്യാറായി. കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്നവരുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിനെതിരെ കോടതിയിലും പോയി. മാത്രമല്ല, സഹായിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം വലിയ തോതിൽ അണിചേരുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ആശ്ചര്യത്തോടെ നാം കണ്ടു. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനും ശ്വാസം മുട്ടിക്കുന്നതിനുമുള്ള ഒന്നിനു പുറകെ ഒന്നായ നിരവധി നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ല, കേരളം ഈ തരത്തിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിലും അവർ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യമാണ് നമുക്കുണ്ടായത്. ഇത്രയും സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നാൽ പിന്നെ നമ്മുടെ ഗതി അധോഗതിയായി പോവും എന്നാണ് സാധാരണഗതിയിൽ ആരും കണക്കാക്കുക. പക്ഷേ നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മെ വീക്ഷിച്ച രാജ്യവും ലോകവും അത്ഭുതം പൂണ്ടു. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി കേരളത്തിന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിഞ്ഞത് എന്നതിലാണ് അവർക്ക് ആശ്ചര്യമുണ്ടായത്. നമുക്കതിൽ ആശ്ചര്യമില്ല, കാരണം അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളം നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും നമ്മുടെ മുന്നിൽ ഒന്നും അസാധ്യമല്ല എന്ന നില സൃഷ്ടിക്കുന്ന നിലയുണ്ടായി. അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന നിലയിലേക്ക് മാറിപ്പോകാൻ നമ്മുടെ നാടിന് ഈ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമായി കഴിഞ്ഞുവെന്നതാണ് വസ്തുത. ഈ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാടിനെതിരെയുള്ള വല്ലാത്ത പ്രചരണം കേരളത്തിലെ വികസന വിരുദ്ധർ അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം 3 തരത്തിലാണ്. ഒന്ന്, നാടുണ്ടാക്കുന്ന തനത് വരുമാനമുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകാൻ ബാധ്യതപ്പെട്ട സഹായമുണ്ട്. മറ്റൊന്ന്, നാടിനാവശ്യമായ ധനം കടമെടുപ്പിലൂടെ ഉണ്ടാക്കും. ഈ 3 കാര്യങ്ങളിൽ 2 കേന്ദ്രം നൽകേണ്ട സഹായം, കടമെടുപ്പ്. ഈ 2 കാര്യങ്ങളിലും നമുക്ക് പ്രത്യേകമായ
വിഷമം സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സഹായം വലിയ തോതിൽ വെട്ടിക്കുറക്കുന്ന നിലയുണ്ടായി. സാധാരണയുള്ള മാനദണ്ഡം ലംഘിക്കപ്പെട്ടു. നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നിലയുണ്ടായി. അതൊരു ഭാഗം. നമ്മളും കേന്ദ്രവും കൂടി ചെലവിടുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലെ കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായി നൽകാതിരിക്കുക, വലിയ തോതിൽ താമസിപ്പിക്കുക, സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിപ്പിക്കുകയും കേന്ദ്രവിഹിതം കുറയ്ക്കുകയും ചെയ്യുക, ഇതെല്ലാം നമുക്ക് ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനം എടുക്കേണ്ട കടം, ആ കടത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി. അതും നമുക്ക് അർഹതയുള്ള കടമെടുപ്പാണ് തടയുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത്. അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന് നാം കേന്ദ്രത്തോട് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ കിഫ്ബിയിലൂടെ പണം കണ്ടെത്തിയാണ് നാം നിർവഹിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, കിഫ്ബിയിലൂടെ വായ്പയെടുത്താൽ ആ വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയിൽപ്പെടുത്തും, വായ്പാ പരിധിയിൽപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ അത്രയും തുക വായ്പ എടുക്കാൻ പറ്റില്ല എന്നർത്ഥം സംസ്ഥാനത്തിന്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ, കേന്ദ്രത്തിൻ്റെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളെല്ലാം അവരുടെ പദ്ധതികൾ നിറവേറ്റുന്നതിനായി വായ്പ എടുക്കുന്നുണ്ട്, നിർവഹിക്കുന്നതിന്. ആ സ്ഥാപനങ്ങളുടെ അവരെടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. പിന്നെ എന്താണ് അതേപോലെ ഉള്ള കിഫ്ബിയുടെ വായ്പയ്ക്ക് ഇങ്ങനൊരു തടസ്സം വരുന്നത്? അത് മറുപടി പറയാൻ വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അവർ മറുപടി പറഞ്ഞു. ആ പറഞ്ഞ കാര്യം, കിഫ്ബിക്ക് സ്വന്തമായ വരുമാനമില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടെടുക്കുന്നതെന്നാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം രൂപീകരിച്ച കമ്പനിയുടെ കാര്യത്തിലുമുണ്ടായത്. ആ കമ്പനി വായ്പ എടുത്ത് പോവുകയാണ്. കമ്പനി പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയാണ്. 600 രൂപയുണ്ടായിരുന്ന പെൻഷനാണ് 1600 രൂപയിലേക്ക് എത്തിയത്. ആ പെൻഷൻ കൃത്യമായി മാസം തോറും വിതരണം ചെയ്യുമായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, ഈ കമ്പനി എടുക്കുന്ന വായ്പ നിങ്ങളുടെ ഗവൺമെൻറ് എടുക്കുന്ന വായ്പയായി കണക്കാക്കും. തടയലാണ് ഉദ്ദേശം. ഇതുപോലുള്ള ഒട്ടേറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഇതെല്ലാം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ പിന്നെയുള്ളത് നമ്മുടെ തനത് വരുമാനമാണ്. ആ തനത് വരുമാനത്തിലുണ്ടാക്കിയ വർധനവ്, അതാണ് പിടിച്ചു നിൽക്കാൻ ഇടയാക്കിയത്. ഇപ്പോൾ 2023-24 നമ്മുടെ തനത് വരുമാനം 72.84%. അപ്പോൾ നല്ല വർധനവ് ഓരോ വർഷം കഴിയും തോറും ഈ തനത് വരുമാനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷത്തെ തനത് നികുതി വരുമാനമെടുത്താൽ
നല്ല വർധനവ് ഓരോ വർഷവും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് കാണാൻ പറ്റുക. ഇപ്പം നേരത്തെ 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു നമ്മുടെ തനത് വരുമാനം. അത് ഇപ്പോൾ 81,000 കോടിയായി വർദ്ധിച്ചു. അപ്പോൾ 47-ൽ നിന്ന് 81-ലേക്ക് 3 വർഷം കൊണ്ട് തന്നെ എത്താൻ നമുക്ക് കഴിഞ്ഞു. ആകെയുള്ള തനത് വരുമാനം നേരത്തെ 55,000 കോടിയായിരുന്നു. ഇപ്പോഴത് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ നാം എടുക്കുന്ന കടത്തെപ്പറ്റി വല്ലാത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം കേരളത്തിൽ കുറഞ്ഞു വരികയാണ്. ആ കണക്കെടുത്താൽ നേരത്തെ 36%, അത് കുറഞ്ഞ് 34%. ഇനിയും കുറയുമെന്നതാണ് കാണേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, സംസ്ഥാനവും കേന്ദ്രവും ചെലവിടുന്നത്, സംസ്ഥാനത്തിൻ്റെ വീതം വർദ്ധിക്കുന്നു, കേന്ദ്രത്തിൻ്റെ വീതം കുറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാനത്ത് ചെലവിൻ്റെ കണക്ക് നോക്കിയാൽ 70% സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം കുറഞ്ഞു വരുന്നു. ഈ വർഷം, ഈ ഏപ്രിൽ 1 മുതലുള്ള ഈ സാമ്പത്തിക വർഷം, അത് സംസ്ഥാനത്തിൻ്റെ പങ്ക് 75% ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് കഴിഞ്ഞത് കേന്ദ്രത്തിൻ്റെ തടസ്സങ്ങളെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായതുകൊണ്ടാണ്. ആ കണക്കെടുത്താൽ 2016 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 5,60,000 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 13,11,000 കോടി രൂപയായിട്ട് ഉയർന്നു. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷത്തിലേക്കുള്ള വർധനവ്, കോടി രൂപയുടെ വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് കാണേണ്ടത്. ഇവിടെ സാധാരണ റിസർവ് ബാങ്ക്, അവരാണല്ലോ ഔദ്യോഗികമായി കണക്കുകൾ പ്രസിദ്ധീകരിക്കാറ്. പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ച് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച കണക്കുണ്ട്. 2016 നമ്മുടെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ മൊത്തം പുരോഗതി ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് കണക്കാക്കേണ്ടത്. മൊത്തം ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നു, നമ്മുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു, നാം കണക്കാക്കുന്ന മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നമ്മുടെ കാഴ്ചപ്പാട് മെല്ലെ മെല്ലെ പ്രാവർത്തികമാകുന്നു എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്നാണ് IT മേഖലയുടെ വികസനം. IT രംഗത്ത് ആദ്യം നടപടികൾ സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. നമ്മളാണ് ആദ്യത്തെ IT പാർക്ക്, ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത്. പക്ഷേ നമുക്ക് ശേഷം ആ രംഗത്തേക്ക് കടന്നു വന്ന സംസ്ഥാനങ്ങൾ നല്ല വേഗതയിൽ മുന്നോട്ട് പോകുന്നതും നേട്ടങ്ങൾ നേടുന്നതുമാണ് നാം കണ്ടത്. നമുക്ക്
എവിടെയോ വെച്ച് ആ തുടർച്ച നഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലമായി കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗതി നമ്മുടെ കേരളത്തിന് നേടാനായില്ല. ഒരുതരം സ്തംഭനാവസ്ഥ IT വികസന കാര്യത്തിലുണ്ടായി. ഇപ്പോൾ 2016 നമ്മുടെ IT പാർക്കുകളിൽ 640 കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 1106 വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 2016 തൊഴിലെടുത്തിരുന്നവർ IT പാർക്കുകളിൽ അത് 78,068 പേരായിരുന്നു. ഇപ്പോഴത് 1,48,000 പേരാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള മൊത്തം കയറ്റുമതി IT കയറ്റുമതി 2016 34,123 കോടി രൂപയുടേതായിരുന്നു. ഇപ്പോൾ 90,000 കോടി രൂപയുടെ കയറ്റുമതി നമുക്ക് സാധിക്കുന്നു. IT മേഖലയിൽ നല്ല പുരോഗതി നേടാനായിരിക്കുന്നു. ഈ 9 വർഷമെടുത്താൽ വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ IT-യുടെ വികസനത്തിനു വേണ്ടി സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നു. നല്ല ഫലം അതിൽ സൃഷ്ടിക്കാനാകുന്നു. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായിട്ടാണ് കേരളത്തെ കാണുന്നത്. കേരളം സ്റ്റാർട്ടപ്പുകൾക്കുള്ള ആവാസ വ്യവസ്ഥ വളരെ അനുകൂലമാണ് എന്ന് ലോകം തന്നെ വിലയിരുത്തുന്നു. 2016 3000 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 6,300 വർദ്ധിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകളുടെ മൊത്തം നിക്ഷേപം 5,800 കോടി രൂപയുടേതാണ്. 60,000 തൊഴിലവസരം ഇപ്പോൾ അതിൽ ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാം ലക്ഷ്യമിടുന്നത് 2026 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരവും എന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം നടുക്ക് നമ്മുടെ കേരളം രാജ്യത്തിന് അഭിമാനകരമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റേതാണ്. ഈ 9 വർഷ കാലയളവിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടേതാണ്. അതും ഈ കാലയളവിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഗ്രഫീൻ രംഗത്തെ ഇടപെടൽ മറ്റുള്ളവർ മാതൃകയാക്കത്തക്ക രീതിയിൽ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു. കൊച്ചിയിലുള്ള നമ്മുടെ വാട്ടർ മെട്രോ അത് കാണാനും പഠിക്കാനും പകർത്താനും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നു. രാജ്യത്ത് ആദ്യത്തേതാണത്. അതേപോലെ തന്നെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതെല്ലാം രാജ്യത്തിൻ്റെ അഭിമാനകരമായ സ്ഥാപനങ്ങളാണ്. കേരളമാണ് അത് സ്ഥാപിച്ചത്. നാം ഈ കഴിഞ്ഞ 9 വർഷ കാലയളവിനുള്ളിൽ സ്ഥാപിച്ചതാണ്. നമ്മൾ തുടങ്ങി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തിയാകാത്ത ഒന്നാണ് നമ്മുടെ ആയുർവേദ രംഗത്തിൻ്റെ ശാക്തീകരണത്തിനായി നാം തുടക്കം കുറിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വലിയ ഇടപെടൽ ആയുർവേദ രംഗത്ത് നടത്താൻ കഴിയുന്നൊരു സ്ഥാപനമായിരിക്കും അത്.
അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രത്യേകതയുള്ളതാണ് ജിനോം ഡാറ്റാ സെൻറ്റർ. അതിനും നാം തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, അതിനും നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കാനുള്ള ശ്രമം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകതക്കനുസരിച്ചുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ. മൈക്രോബയോ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇത്തരം മേഖലകളിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ ഓരോന്ന് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നാം സ്വീകരിച്ചു പോവുകയാണ്. ഇതോടൊപ്പം നമ്മുടെ കേരളത്തിൽ 3 സയൻസ് പാർക്കുകൾ, ഒരു പാർക്കിന് 200 കോടി രൂപ, അങ്ങനെ 600 കോടി രൂപ ചെലവിട്ട് 3 സയൻസ് പാർക്കുകൾ കേരളത്തിൽ വരാൻ പോകുന്നു. അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്, ഈ കേരളം, ആധുനിക വിജ്ഞാന ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി മാറുന്നുവെന്ന് അഭിമാനിക്കാൻ കഴിയും. ഇതെല്ലാം നമുക്ക് ഈ 9 വർഷ കാലയളവിനുള്ളിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. നമ്മുടെ സംസ്ഥാനം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. ഇപ്പോൾ നാം ഹാർഡ്വെയർ ഉൽപ്പാദനത്തിൽ ശ്രദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ സോളാർ പാനലും ലിഥിയം ബാറ്ററിയും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. ഹൈഡ്രജൻ രംഗത്തേക്കും നമ്മൾ കടന്നിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാടിൻ്റെ മുന്നിൽ അധികം അവതരിപ്പിക്കപ്പെടാറില്ല. അവതരിപ്പിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിലാണ് താല്പര്യം. അതേസമയം എന്തെല്ലാം നിഷേധപരമായ കാര്യങ്ങൾ ഗവേഷണം നടത്തി ഇല്ലാത്തത് തന്നെ കണ്ടെത്താൻ കഴിയും എന്നതും നമ്മുടെ നാട് ചിലരെല്ലാം അതിനായി ശ്രമിക്കുന്നതും നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നാടിൻ്റെ മാറ്റം, ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗവും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ വ്യവസായ രംഗത്ത് നമ്മുടെ കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദം അതിലെ 1-ാം സ്ഥാനം രാജ്യത്ത് നേടിയിരിക്കുന്നു. എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? നേരത്തെ നമ്മൾ ആലോചിക്കേണ്ടത് 2016 മുൻപുള്ള അവസ്ഥയാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ഇത്തരമൊരു കാര്യം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. കാരണം അത്ര പുറകിലാണ് നമ്മൾ. രാജ്യത്തെ നിക്ഷേപ സൗഹൃദ നില പൊതുവെ ഇന്ത്യ ഗവൺമെൻറ് കണക്കാക്കുന്നുണ്ട്. നമ്മൾ വളരെ പുറകിലായിരുന്നു. അങ്ങനെ പുറകിലായിപ്പോയി എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കണമല്ലോ. അതിനുള്ള ശ്രമമാണ് പിന്നെ LDF സർക്കാർ നടത്തിയത്. അതിൻ്റെ ഭാഗമായി ആ രംഗത്തുള്ള വ്യവസായികളെ വിളിച്ചുകൂട്ടി, അതുമായി ബന്ധപ്പെട്ടവരുടെ യോഗം നടത്തി. അതിലെല്ലാം വിശദമായ അഭിപ്രായങ്ങൾ വന്നു. എന്താണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നാം നടപടികൾ സ്വീകരിച്ചു. ഒന്ന്, നിയമങ്ങൾ മാറ്റേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ മാറേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം വരുത്തി. കേരളത്തിൻ്റെ ഒരു മാനസിക ഘടനയിലും മാറ്റം വരേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് നീങ്ങി. ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള നടപടികൾ. ഇത്തരമൊരു കാര്യത്തിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും വേണമായിരുന്നു. അതിനെല്ലാം ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ എല്ലാം ഫലമായാണ് നമ്മുടെ സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ടോപ്പ് അച്ചീവിംഗ് പദവി ഇന്ത്യയിൽ നമ്പർ 1 എന്ന നില കേരളത്തിന് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു സർക്കാരിൻ്റെ ഇടപെടലും അതിൻ്റെ നടപടികളും അതിനെ ജനങ്ങളെ അണിനിരത്താനുള്ള ശ്രമവും അതിൻ്റെ ഭാഗമായി ജനങ്ങൾ മാറലും എല്ലാമാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്.
നേരത്തെ 2016 വ്യാവസായിക വളർച്ച 12% മാത്രമായിരുന്നു. നാം ഉയർന്നു 17-ലേക്ക് എത്തിയപ്പോൾ. മാനുഫാക്ചറിങ് സെക്ടറിൽ 2016 സംഭാവന 9.8%. ഇപ്പോഴത് 14%. നാം ആരംഭിച്ച സംരംഭക വർഷ പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് തന്നെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ്, MSME മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസാണ് എന്ന് കണക്കാക്കുന്ന നില വന്നു. നമ്മുടെ സംസ്ഥാനത്ത് 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഈ മാർച്ച് വരെ ഉണ്ടായത്. 23,000 കോടി രൂപയുടെ നിക്ഷേപം അതിലൂടെ വന്നിരിക്കുന്നു. 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ. ആ കാര്യമെല്ലാം കഴിയാവുന്നത്ര ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്തിനാണ് ശ്രദ്ധിക്കാറ്? ഈ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങൾ വരുമ്പോൾ 3, 4, 5, 6 ആകെ എടുത്താൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുടെ മേലെ പ്രവർത്തിക്കാൻ പറ്റാതെ വരുമല്ലോ. ഉടനെ അതാണ് കാണിക്കുക. ഇതാ കേരളത്തിൽ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായ പദ്ധതി പൊളിഞ്ഞുപോയി, ഈ സ്ഥാപനത്തിന് ഇങ്ങനെ പറ്റിയിരിക്കുന്നു. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ മൊത്തം പുരോഗതി ഇല്ലാതാകുന്നുണ്ടോ? മൊത്തമായിട്ടുള്ള അവസ്ഥ നിഷേധിക്കപ്പെടുന്നുണ്ടോ? ആ ഭാഗം പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ നിക്ഷേപ സംഗമം നടത്തി. വന്നത് പ്രധാനപ്പെട്ട കമ്പനികളും സ്ഥാപനങ്ങളുമാണ്. അവർ നിക്ഷേപ താൽപ്പര്യ പത്രം ഒപ്പിട്ടു. എത്ര? 1.5 ലക്ഷം കോടി രൂപയുടെ. ആ നിക്ഷേപപത്രം അങ്ങനെ തന്നെ കിടക്കാനല്ല നമ്മുടെ പരിപാടി. അതിന് യാഥാർത്ഥ്യമാക്കണം. അതിനാവശ്യമായ ടാസ്ക് ഫോഴ്സിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിവേഗതയിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. K-SWIFT സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. വ്യവസായികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പരാതി, ഈ പരിശോധനയ്ക്ക് ചില പരാതികൾ ഉണ്ടാകുന്നുണ്ട്. പരിശോധനയ്ക്ക് ചെല്ലുന്നതിനെക്കുറിച്ചുള്ള പരാതികൾ. അപ്പോൾ അതിനിപ്പോൾ ഒരു ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, KSS. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ച് ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മൊത്തത്തിൽ കേരളത്തിൽ നല്ല രീതിയിൽ വളർന്നു വരികയാണ്. നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾ മാത്രമല്ല, ബഹുരാഷ്ട്ര കമ്പനികൾ, നിസ്സാനെ പോലുള്ള, എയർബസിനെ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികളടക്കം കേരളത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ദീർഘമായി പോകുന്നില്ല. എങ്കിലും ചില പ്രത്യേക പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപോകണമല്ലോ. ഇപ്പം നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ വിലക്കുറവ് ഏറ്റവും വിലക്കയറ്റം ഏറ്റവും കുറവായ സംസ്ഥാനം. എങ്ങനെയാണ് ഇത്? സ്വയംഭൂവായിട്ടുണ്ടാകുന്നതല്ല. നമ്മുടെ നാട് പൊതുവിതരണ രംഗത്ത് ശക്തമായി ഇടപെടുകയാണ്. അപ്പം അതിൻ്റെ ഒരു കണക്ക് മാത്രം പരിശോധിച്ചാൽ മതി. UDF സർക്കാരിൻ്റെ കാലത്ത് 2011 മുതൽ 16 വരെ എടുത്താൽ അന്ന് 5242 കോടി രൂപയാണ് പൊതുവിതരണ രംഗത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്നത്. കഴിഞ്ഞ LDF സർക്കാർ 2016 മുതൽ 21 വരെയുള്ള കണക്ക് അത് 10,697 കോടി രൂപയാണ്. 5,000 കോടി UDF സർക്കാർ, 10,000 കോടി LDF സർക്കാർ. ഒരേ കാലയളവ്, 5 വർഷം. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത. പൊതുവിതരണ രംഗം ശക്തിപ്പെടുന്നു. ഇപ്പോൾ വിപണി ഇടപെടലിന് വേണ്ടി 2024 വരെ 14,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ മാറ്റം. ഇപ്പോൾ 4.25 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളം ശാന്തമായ പൊതുജീവിതം നയിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ്. ക്ഷേമ പെൻഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 60 ലക്ഷം പേർക്ക്
1600 രൂപ വീതം കൊടുക്കുന്ന നിലയാണുള്ളത്. ലൈഫ് മിഷൻ്റെ ഭാഗമായി 4 ലക്ഷത്തിലധികം വീടുകൾ നമ്മളിപ്പോൾ പൂർണ്ണമാക്കി അവിടെ ആളുകൾ താമസിക്കുകയാണ്. 5 ലക്ഷം നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കിയുള്ള വീടുകൾ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണുള്ളത്. പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് പട്ടയമേള നടത്തി. അതുകൂടി വന്നപ്പോൾ 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ നമ്മുടെ കേരളത്തിലാകെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അതിദാരിദ്ര്യം നേരത്തെ ഇവിടെ പറഞ്ഞു. ഈ നവംബർ 1 ഇന്ത്യ രാജ്യത്ത് ഏക സംസ്ഥാനം കേരളം അതിദരിദ്ര കുടുംബം ഒന്നുപോലും ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് മാറാൻ പോവുകയാണ്. ആരോഗ്യരംഗത്ത് നാം വരുത്തിയ മാറ്റം എങ്ങനെയാണ്? ആ മാറ്റം UDF കാലത്തെടുത്തോ 2016 ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു ആരോഗ്യ മേഖലയ്ക്ക്. ഇപ്പോൾ എത്രയാണെന്നറിയോ? 2500 കോടിയോളം രൂപ. അന്ന് 665, ഇപ്പോൾ 2500. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറി. എന്തായിരുന്നു തകർച്ച എന്ന് എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും. ഇപ്പോൾ 5000 കോടി രൂപയാണ് ആ മേഖലയിൽ ചെലവിട്ടത്. അതിൻ്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നു. സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് നീതി ആയോഗ് കണക്കാക്കുന്നുണ്ട് എല്ലാ വർഷവും. തുടർച്ചയായി കേരളത്തിനാണ് 1ാം സ്ഥാനം. ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മൾ നല്ല പുരോഗതി നേടിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തെ എടുത്താൽ അതിൻ്റെ റാങ്കിങ് NRFൻ്റെ NIRF പട്ടിക പരിശോധിച്ചാൽ അതിൽ കാണാൻ സാധിക്കുക കേരള സർവകലാശാല 9, ആദ്യത്തെ 12-ൽ 3 യൂണിവേഴ്സിറ്റി നമ്മുടേതാണ്. അതാണ് 9ാം റാങ്ക് കേരള സർവകലാശാലയ്ക്ക്, 10ാം റാങ്ക് കൊച്ചിൻ സർവകലാശാലയ്ക്ക്, 11ാം റാങ്ക് നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക്, 43ാം റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. വലിയ മാറ്റം ഈ രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. സമയമില്ലാത്തതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാർഷിക രംഗം 2016 നമ്മുടെ കാർഷിക രംഗത്തിൻ്റെ വളർച്ച 2%. ഇപ്പോൾ LDFൻ്റെ കാലം 4.64% ഉയർത്തി. നെൽകൃഷി 2016 ഉണ്ടായിരുന്നത് 1,70,000 ഹെക്ടറിൽ മാത്രമായിരുന്നു. ഇപ്പോൾ 2,23,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയാണ്. കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ 8,268 ഹെക്ടറിൽ നെൽകൃഷി പുതുതായി ആരംഭിച്ചിരിക്കുന്നു. നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാനായി. നെൽവയൽ ഒരു ഹെക്ടറിന് 3000 രൂപ റോയൽറ്റി നൽകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി ലഭ്യമാക്കിയിട്ടുണ്ട്. വിവിധ മേഖലയുടെ പുരോഗതിയുടെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ഒട്ടേറെ മേഖലകൾ നമ്മുടെ നാടിൻ്റേതായി കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. കാരണം നിങ്ങളുടെ സംസാരം പ്രധാനമാണ്. നമ്മുടെ നാട് ഇനിയും മുന്നോട്ട് പോകണം. നാം നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തൊക്കെ കൂടുതലായി ചെയ്യേണ്ടതുണ്ട്, ആ കാര്യങ്ങളിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ഈ യോഗത്തിലെ ഇതുവരെയുള്ള പരിപാടികൾ കവർ ചെയ്യാനെത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നന്ദി പറയുന്നു.